അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. സിയാൽ എയ്റോ പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഏവിയേഷൻ സംബന്ധമായ അറ്റകുറ്റപ്പണികൾ, ട്രെയിനിംഗ്, ടെക്നിക്കൽ സ്പോർട്സ് സർവീസുകൾ എന്നിവയ്ക്കായുള്ള ഒരു പ്രത്യേക മേഖലയായാണ് എയ്റോ പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ സിയാൽ എയ്റോ പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെ ശിലാഫലകം അനാവരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അടുത്തതായി സിയാൽ എയ്റോ പാർക്ക് ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇവിടെ പുതിയൊരു അധ്യായം കൂടിയാണ് സിയാലിൻ്റെ എയ്റോ പാർക്ക് ഫേസ് 1 വരവോടുകൂടി ഉണ്ടാകുന്നത്. നിറഞ്ഞ സന്തോഷത്തോടെ സിയാൽ എയ്റോ പാർക്ക് ഫേസ് 1 ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഏവിയേഷൻ സംബന്ധമായ അറ്റകുറ്റപ്പണികൾ, ട്രെയിനിംഗ്, ടെക്നിക്കൽ സ്പോർട്സ് സർവീസുകൾ എന്നിവയ്ക്കായുള്ള ഒരു പ്രത്യേക മേഖലയായാണ് എയ്റോ പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും MRO വിഭാഗങ്ങൾക്കും പുറമെ 101 കോടി രൂപയുടെ പുതിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിമാന അറ്റകുറ്റപ്പണികൾ, പാർക്കിംഗ്, എൻജിൻ സ്റ്റോറേജ്, ട്രെയിനിംഗ് ഹാളുകൾ, ക്ലാസ് റൂമുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ പാർക്കിലുണ്ട്. മാത്രമല്ല, എയ്റോ പാർക്കിൽ നിന്ന് പുതിയ പദ്ധതിയിലൂടെ നേരിട്ട് 2000ഓളം പേർക്കും അതിൻ്റെ 3 ഇരട്ടി പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കേന്ദ്രമായി എയ്റോ പാർക്ക് മാറും. ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു 10 വർഷം സിയാലിൻ്റെ ചരിത്രം നോക്കിയാൽ പല തലങ്ങളിലുള്ള സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, വ്യോമയാന വ്യവസായത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട ലോക്ക്ഡൗൺ സൃഷ്ടിച്ച കോവിഡ് കാലത്തിൻ്റെ പ്രതിസന്ധിയെ ഏറ്റവും വേഗതയിൽ മറികടന്ന് മികച്ച ടേൺ ഓവറോടുകൂടി ലാഭത്തിലേക്ക് വന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവള പട്ടികയിലേക്ക് സിയാലിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ നേട്ടം. സിയാൽ ഡയറക്ടറും പ്രമുഖ വ്യവസായിയുമായ MA യൂസഫ് അലി, MLA മാരായ അൻവർ സാദത്ത്, റോജിം ജോൺ, MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS, അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ്, കാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ, ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിസ്, അങ്കമാലി മുനിസിപ്പൽ കൗൺസിലർ TY ഏലിയാസ്, സിയാൽ ഡയറക്ടർമാരായ EK ഭരത് ഭൂഷൺ, NV ജോർജ്, വർഗീസ് ജേക്കബ്, സിയാൽ മാനേജിംഗ് ഡയറക്ടർ S സുഹാസ് IAS, CIASL മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജയപ്പൂവാട്ടിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് ഒരുമിച്ച് ഇത് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബിക്കോസ് നൗ ദ ന്യൂ ഇന്നോവേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ന്യൂ ചേഞ്ചസ്, ന്യൂ അപ്ഗ്രേഡേഷൻ, ഇതെല്ലാം കൂടി ഒത്തിണക്കി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇത് പഴയതിലേക്ക് പോകേണ്ടി വരും. ഇന്നും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 30ഓളം കൊല്ലം മുമ്പ് ഞങ്ങൾ PPP പ്രൊജക്റ്റ് ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ കൊച്ചിൻ എയർപോർട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ കൂടുതൽ സാധ്യതകളാണ് നമുക്ക് എയർപോർട്ടിനും ഈ പ്രദേശത്തിനൊക്കെ വരുന്നത്. ഇതിൻ്റെ വികസന സാധ്യത ഇനിയും മുന്നോട്ട് പോകണം. നമ്മുടെ സിയാലിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം കോൺട്രാക്ടേഴ്സ്, വർക്കേഴ്സ്, ഇവിടെ ഒത്തിരി ഈ കോൺട്രാക്ടർ ബേസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ മിനിമം വേജസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ആ മിനിമം വേജസ് ആ പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചോളം വലിയ പ്രയാസത്തിലാണ്. പലപ്പോഴും നമ്മൾ എയർപോർട്ടിൽ വരുമ്പോഴും ഒക്കെ നിരന്തരമായി ഞങ്ങളോടൊപ്പം ആ മിനിമം വേജസ് എന്ന രീതി കുറച്ചും കൂടി ഉയർത്താൻ ഉള്ള സാഹചര്യം എയർപോർട്ട് എനിക്കൊരു സബ് കമ്മിറ്റിയൊക്കെ അത് വിശകലനം ചെയ്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു നടപടിയായാൽ അവരുടെ ഒരു പ്രയാസങ്ങൾ മാറിക്കിട്ടാനും സാധ്യതയാണ്. അതുകൊണ്ട് ബോർഡിനോടും ചെയർമാനോടും എനിക്ക് ഈ തരണത്തിൽ സിയാലിൻ്റെ ആ പാവപ്പെട്ട തൊഴിലാളികൾ അവർക്ക് കൂടി കൈത്താങ്ങായാൽ അത് വലിയൊരു കാരുണ്യമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നേരത്തെ തന്നെ ദീർഘവീക്ഷണത്തോടുകൂടി ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിൽ
സിയാൽ നമുക്കൊരു മാതൃകയാണ് എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളുമായി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സിയാലിനെ, അതിൻ്റെ മാനേജ്മെൻറ്റിനെ, MD ഉൾപ്പെടെയുള്ള മുഴുവൻ സാരഥികളെയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്.